ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു അല്ലേ? നമ്മൾ പാഠം ബാക്ക് ടു ഗ്രീനിൽ എന്താണ്? വാട്ട്സ് ദ നെയിം ഓഫ് അവർ പാരറ്റ്? പോളി. യെസ്. ഹൗ മെനി ഫ്രണ്ട്സ് ആർ ദർ? എലിഫന്റ്, റാബിറ്റ്, പിന്നെ നെക്സ്റ്റ് ഡക്ക്. നമ്മളെ പോളിക്ക് 3 ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? വെരി ഗുഡ്. ഡു യു ലൈക്ക് ദ സോങ് ഓഫ് പോളി ആൻഡ് ഫ്രണ്ട്സ്? നിങ്ങൾക്ക് പോളിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ സോങ് ഇഷ്ടമായോ? ഓക്കെ, ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മൾ അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു സോങ് വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ പോളിയും പോളിയുടെ ഫ്രണ്ട്സും എവിടെയായിരുന്നു നിന്നിരുന്നത്? യെസ്, അവർ ജംഗിളിലായിരുന്നു അല്ലേ? അവർ കാട്ടിൽ കൂട്ടുകാരായിരുന്നു അല്ലേ? പോളിയും ഫ്രണ്ട്സും അവിടെ നല്ല സുഖമായിട്ട് കഴിയായിരുന്നു. അവരൊന്നിച്ച് കളിക്കും, അതുപോലെ പ്ലേ, അതുപോലെ സ്വിങ്, നമ്മളങ്ങനെ ഒരുപാട് സോങ്ങിൽ പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഇനി കൂട്ടുകാർക്ക് ആക്ടിങ് അറിയോ? എങ്ങനെ ഒരു എലിഫൻ്റായി അഭിനയിക്കുക? ഒന്ന് എലിഫൻറ്റിനെ പോലെ നിന്നേ. തുമ്പിക്കൈയൊക്കെ നമ്മളെ കൈ കൊണ്ട് വെച്ചിട്ട് ഒന്ന് അഭിനയിച്ച് നോക്കൂ. വെരി ഗുഡ്. നമുക്ക് പോളിയുടെ ഓരോ ഫ്രണ്ട്സിൻ്റെ പോലെ അഭിനയിച്ച് നോക്കിയാലോ? യെസ്. ഇനി ആരാവും? റാബിറ്റ് അല്ലേ? റാബിറ്റായിട്ട് എങ്ങനെ അഭിനയിക്കുക? ഓക്കെ, റാബിറ്റായിട്ടും അഭിനയിക്കാൻ പറ്റും അല്ലേ? ഇനിയോ? ഇനി ഡക്കിനെ പോലെ എങ്ങനെ അഭിനയിക്കുക? അങ്ങനെ ഓരോ ഇതിനെ പോലെയും അഭിനയിച്ച് നോക്കൂ. വെരി ഗുഡ്. നിങ്ങൾക്ക് ആരുടെ റോളാണ് കൂടുതൽ ഇഷ്ടമായത്? എലിഫൻറ്റിനെ പോലെ നിന്നപ്പോഴാണോ? ഡക്കിനെ പോലെ നിന്നപ്പോഴാണോ? അതോ റാബിറ്റിനെ പോലെ? പാരറ്റോ? ആരെ കൂടുതൽ ഇഷ്ടം? ചിലവർക്ക് എലിഫൻ്റ് അല്ലേ? കൂടുതൽ ആൾക്കാർക്ക് എലിഫൻ്റാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, ദെൻ ചിൽഡ്രൻ, ഷാൽ വി പ്ലേ എ ഗെയിം? നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ, പ്ലീസ് സ്റ്റാൻഡ്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ലെഫ്റ്റ് കൈ ഉണ്ടല്ലോ, അതൊന്ന് നീട്ടിപ്പിടിക്ക്. റെഡിയായോ? ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി നിങ്ങൾ നിങ്ങളുടെ വലത്തെ കൈയില്ലേ, റൈറ്റ് ഹാൻഡിൻ്റെ ചൂണ്ട് വിരലില്ലേ, അതൊന്ന് നീട്ടിപ്പിടിച്ചേ. റെഡിയായോ? ഇനി ആ ചൂണ്ട് വിരൽ കൊണ്ട് ഇടത്തെ കയ്യിൽ ഒന്ന് അടിച്ചു നോക്കൂ. ഒരു സൗണ്ട് വന്നില്ലേ? കേട്ടോ? ഇതെന്തിൻ്റെ സൗണ്ടാ? കേൾക്കുന്നില്ലേ? മഴത്തുള്ളി വീഴുന്ന സൗണ്ട് പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? യെസ്. ഒന്നും കൂടെ കാണിച്ചേ. മഴത്തുള്ളി. യെസ്, ഇറ്റ്സ് ദ സൗണ്ട് ഓഫ് റെയിൻ. ഇതെന്താണ്? മഴയുടെ സൗണ്ടാണ് അല്ലേ? ഇനി ഒരു വിരൽ കൊണ്ടല്ലേ അടിച്ചത്, ഇനി 2 വിരൽ ഉപയോഗിച്ച് സൗണ്ട് ഉണ്ടാക്കിയ സൗണ്ട് കൂടുമോ? ലെറ്റ്സ് ട്രൈ. ഓക്കെ, 1 വിരൽ, 2 വിരൽ, 3 വിരൽ, 4 ഫിംഗർ, 5 ഫിംഗർ. അപ്പം സൗണ്ട് കൂടുന്നില്ലേ? അപ്പം എന്താണ്? മഴ പെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഡിഡ് യു എൻജോയ് ഇറ്റ്? ഓക്കെ, ഇനി നമുക്ക് റെഡി 1 2 3 പറഞ്ഞാൽ ആദ്യം 1, പിന്നെ 2, പിന്നെ 3. ഒന്ന് മഴ പെയ്ച്ച് നോക്കിയാലോ? ആർ യു റെഡി? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, വെരി ഗുഡ്. നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ?
അപ്പോൾ നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സ് മഴയത്ത് കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദ റെയിൻ. ഈ മഴയത്ത് ഇങ്ങനെ കളിക്കുകയാണ്. പോളിയുടെ ഫ്രണ്ട്സിന് എന്താണ് മഴയത്ത് കളിക്കുന്നത് നല്ല ഇഷ്ടമാണ്. പോളി ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. ഡു യു ലൈക്ക് റെയിൻ? നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു പ്ലേ ഇൻ ദ റെയിൻ? നിങ്ങൾക്ക് ഡു യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ ടു പ്ലേ ഇൻ ദ റെയിൻ? മഴയത്ത് ഇങ്ങനെ ഇറങ്ങിക്കളിക്കാൻ ഇഷ്ടമാണോ? ഇവിടെ നോക്കൂ, മഴയത്ത് കളിക്കുന്നത് ആരൊക്കെയാണ്? ഇവർ 3 പേരുമാണ് മഴയത്ത് കളിക്കുന്നത്. നിങ്ങൾക്ക് മഴത്തുള്ളി വരയ്ക്കാൻ അറിയോ? അറിയാലേ? എന്നാൽ ഒരു എലിഫൻറ്റ്, അതുപോലെ റാബിറ്റ്, ഡക്ക് ഇവരെ വരച്ചിട്ട് അവരുടെ മേലെ നിറയെ മഴത്തുള്ളികൾ വരയ്ക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ച് നോക്കുകൊണ്ടു കേട്ടോ. പോളിയുടെ ഫ്രണ്ട്സിനെ, മഴയത്ത് കളിക്കുന്ന ഫ്രണ്ട്സിനെ വരയ്ക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. ഷാൾ വി ഡ്രോ എ റെയിൻ ഡ്രോപ്പ്? ഒരു മഴത്തുള്ളി വരച്ചാലോ? ഒരു മഴത്തുള്ളി വരച്ച് നോക്കൂ. ഇങ്ങനെ കുറേ മഴത്തുള്ളികൾ വരച്ച് നോക്കാമല്ലേ? അപ്പം എന്താവും? ഒരുപാട് മഴത്തുള്ളികൾ വരച്ചാൽ എന്താവും? നല്ല മഴയാവും. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ആരൊക്കെയുണ്ട്? എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക് എല്ലാവരും ഉണ്ടല്ലേ ഇവിടെ? ഇവരൊക്കെ എന്താണ്, ഹാപ്പി അല്ലേ? അവർ ഹാപ്പിയാണല്ലേ? പക്ഷെ ഒരാളെ കുറവുണ്ടല്ലോ. ആരതിലില്ലാത്തത്? വെർ ഈസ് പോളി? പോളി ഇല്ലല്ലേ? അപ്പോൾ പോളി എവിടെ പോയിരിക്കും? പോളി എവിടെയാവും? വെർ ഈസ് പോളി? ലുക്ക്, ഇപ്പോൾ പോളീസ് ഫ്രണ്ട്സ് പ്ലേയിങ് ഇൻ ദ റെയിൻ. പോളിയുടെ കൂട്ടുകാർ മഴയത്ത് കളിക്കുകയാണ്. ബട്ട് അവിടെ ആരില്ല, പോളി ഇല്ല. വെർ ഈസ് പോളി നൗ? പോളി ഇപ്പോൾ എവിടെ ആവും അല്ലേ? പോളി മേ ബി ഇൻ ഹൗസ്, വീട്ടിലാവൂലേ? ഇപ്പോൾ പോളിയുടെ ഫ്രണ്ട്സ് പോളിയെ തെരഞ്ഞ് വീട്ടിലേക്ക് പോവുമോ? നല്ല മഴ, കളിക്കാൻ നല്ല രസം. അവരെല്ലാവരും കൂട്ടുകാരാണ്. അപ്പോൾ പോളീനെ കാണാത്തതുകൊണ്ട് അവർ വീട്ടിലേക്ക് തെരഞ്ഞു പോവുമോ? പോവാല്ലേ? ഓക്കെ. ഇനി പോളിയുടെ ഫ്രണ്ട്സ് പോളിയുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള വഴി കാണിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അത് വർക്ക് ബുക്കിലുണ്ട്, അതിൽ ചെയ്യണം കേട്ടോ. ഇനിയോ? സി പോളി ഇൻ ഹെർ ഹൗസ്. വൈ? എന്താവും? എന്തായിരിക്കും പോളി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? അറിയാലേ? പോളി കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും മഴയത്ത് കളിക്കാനൊന്നും വരാണ്ട് എന്താ പോളി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? ലുക്ക് ഹിയർ. ദിസ് ഈസ് അവർ പോളിയില്ലേ? നമ്മുടെ പോളി ഉണ്ട്. അവിടെ എന്താ ഇരിക്കണേ? എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്? പോളി അവളുടെ മുട്ട വിരിക്കാൻ കാത്തിരിക്കുകയല്ലേ? കുറേ ദിവസമായി പോളി ഇങ്ങനെ അടയിരിക്കുകയാണ് മുട്ടയ്ക്ക്. പോളി ഡെയിലി അടയിരിക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും, എന്തായിരുന്നു പോളി ആലോചിക്കുന്നത്? വെൻ വിൽ മൈ ചീക്സ് കം ഔട്ട്? എപ്പോഴാണ് എൻ്റെ മുട്ടകളൊക്കെ പുറത്ത് വരുന്നത് എന്നല്ലേ? യെസ്. അങ്ങനെ പോളിയുടെ ഫ്രണ്ട്സ് ഇതാ മഴയത്തിൽ നല്ല കളിച്ച് പ്ലേ ഒക്കെ കഴിഞ്ഞ് വന്ന് പോളിയുടെ അടുത്ത് വന്നുല്ലേ? പോളിയുടെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്തത്? പോളിയുടെ തല മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. പോളിയുടെ ബാക്കിയൊക്കെ ഉള്ളിലാണ്. പോളി എന്ത് ചെയ്യുകയാണ്? മുയലിന് മനസ്സിലായി കാണുമോ?
മുയലിനെ കാണാൻ പറ്റുന്നുണ്ടോ? പോളി മുട്ടക്കടി. അപ്പോൾ ഡക്കും റാബിറ്റും എലിഫൻറ്റിൻ്റെ പുറത്താണല്ലേ. അവർക്ക് ആ പൊത്തിൽ എന്താണ് നമ്മളെ പോളി എടുക്കുന്നതെന്ന് കാണാൻ പറ്റുമോ? പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, അവർ താഴെയല്ലേ. പൊത്തിലാടെ ഇരിക്കുന്നത് നമുക്കെല്ലാം അറിഞ്ഞിട്ടുള്ളൂ. അവർ കാണുന്നുണ്ടാവുമോ? ഇല്ലല്ലേ. അപ്പം അവരെന്താവും ചോദിക്കുക? നമുക്കറിയാം. വാട്ട് ആർ പോളി ഡൂയിങ്? പോളി എന്താ ചെയ്യുന്നത്? പോളി ആരെയാണ് കാത്തിരിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലേ. നമുക്കറിയാം പോളിയുടെ ചിക്കനെ കാത്തിരിക്കാന്ന്. പക്ഷെ നമ്മളെ റാബിറ്റിന് കാണുന്നില്ല. അപ്പം റാബിറ്റ് എന്ത് ചോദിക്കും? വാട്ട് ആർ യു ഡൂയിങ്? അപ്പം നമ്മളെ റാബിറ്റ് എന്താ ചോദിച്ചത് പോളിനോട്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്താ അവിടെ ചെയ്യുന്നത്? നീ എന്താ അവിടെ ഇരിക്കുന്നത് ചോദിക്കുന്നില്ലേ? അപ്പം എന്തിനാ ഇരിക്കുന്നത്? പോളി നമുക്കറിഞ്ഞൂടെ പോളി എന്തിനാ ഇരിക്കുന്നത്? പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ. പോളി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? യെസ്, പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ് അല്ലേ. പോളി ചിക്സിനെ വെയിറ്റ് ചെയ്യാണ്. അത് കൂട്ടുകാർക്ക് അറിയാമോ? അപ്പോൾ പോളി അത് പറയില്ലേ? പോളി എന്താ പറയാ? നോക്കൂ, പറയാൻ പറ്റുമോന്ന്. അപ്പം എന്താ പറഞ്ഞേ? വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയും? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ് അല്ലേ. ഒന്ന് വായിച്ചു നോക്കിയേ. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ് അല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കാന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ. അപ്പം നമ്മൾ എലിഫൻറ്റും ചോദിച്ചു അല്ലേ. എലിഫൻ്റ് എന്താ ചോദിച്ചത്? പോളി ആർ ദ ചിക്സ് ഔട്ട്? നിൻ്റെ കുട്ടികൾ പുറത്ത് വന്നു. അപ്പം എന്ത് പറഞ്ഞു പോളി? നോ ഐ എം വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ പോളി ഫ്രണ്ട്സും എന്താണ് കാത്തിരിക്കാന്ന് പറഞ്ഞു അല്ലേ. അപ്പം എന്താണ്, പോളിയുടെ ഫ്രണ്ട്സിനൊക്കെ ഹാപ്പിയായി. അവരും പോളിയുടെ കൂടെ എന്താണ് മുട്ട വിരിയുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയില്ലേ. അവരെന്ത് ചെയ്തു എന്നറിയോ? അവർ പിന്നെ പോയിട്ട് കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഒരു കുട്ട നിറയെ പല നിറത്തിലുള്ള ഫ്രൂട്ട്സുകൾ. ഇതൊക്കെ എന്താണ് പോളിക്കായിട്ട് കൊണ്ടുകൊടുത്തു. ഡു യു ലൈക്ക് ഫ്രൂട്ട്സ്? നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? ഇതുപോലെ ഒരു കുട്ട നിറയെ ഫ്രൂട്ട്സുമായിട്ടാണ് പോളിയെ കാണാൻ വേണ്ടിയിട്ട് പോയത് ഫ്രണ്ട്സ്. പോളി കൂട്ടുന്ന പുറത്തിറങ്ങാണ്ട് എന്താ എടുക്കുന്നേ? ചിക്സിന് വെയിറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ പോളിക്ക് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഫ്രൂട്ട്സ് ആയിട്ട് പോയി. നിങ്ങൾക്ക് ഏതെല്ലാം ഫ്രൂട്ട്സിൻ്റെ പേരറിയാം? നോക്കൂ, ഈ കുട്ടയിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? ഗ്രേപ്സ് ഉണ്ട്. ദെൻ ആപ്പിൾ. യെസ്, ആപ്പിൾ. ബനാന. പൈനാപ്പിൾ. പോമഗ്രാനറ്റ്. ഇതെന്താണ്? പൈനാപ്പിൾ. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് അറിയാലേ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണ് ഏറ്റവും ഇഷ്ടം? ഏത് ഫ്രൂട്ട്സാ? എല്ലാവർക്കും പല പല ഫ്രൂട്ട്സാണല്ലേ ഇഷ്ടം. ഓക്കെ. അങ്ങനെ പോളിയുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ പോളി മുട്ടയ്ക്ക് അടിയിരിക്കുന്നത് കണ്ടിട്ട് അവരൊരു കുട്ട നിറയെ ഫ്രൂട്ട്സുമായിട്ട് പോളിയുടെ കൂട്ടിലേക്ക് പോയി. അവർ നല്ല പാട്ടൊക്കെ പാടി നന്നായി കളിച്ചു. കാരണം അവരൊക്കെ ഹാപ്പിയാണ്. അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്. എന്ത്? പോളിയുടെ ചിക്സ് പുറത്ത് വരാൻ വേണ്ടിയിട്ടേ.
അങ്ങനെ പോളിയുടെ ഫ്രണ്ട്സ് പോളിക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി കൊടുത്തുല്ലേ. ഇനി എന്താവും? പോളിയുടെ മുട്ട വിരിയോ? എത്ര കുഞ്ഞുങ്ങളുണ്ടാവും? ഏത് മുട്ട ആദ്യം വിരിയ? അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഇനി ബാക്കി ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക.